അങ്ങനെ ഞങ്ങൾ റൂം എടുക്കാതെ കാര്യങ്ങളെല്ലാം സാധിച്ചു, ഒന്ന് ഫ്രഷായി. ഇനി അടുത്ത നീക്കം എന്താണെന്നതിനെ കുറിച്ച് ഫുഡ് കഴിക്കേണ്ട ഒരു ഏരിയ കണ്ടെത്തണം. ഓക്കെ, നൗഷാദ് എങ്ങനെയുണ്ട്? എത്ര മനോഹരമായിട്ടാ മേധക. അപ്പോ എത്ര രൂപ ഇപ്പൊ ലാഭം? 2000 രൂപ. റൂം എടുത്തില്ല, ഒന്നുമില്ല. നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് കിടന്നു. സേലം സേലം കണ്ടില്ലെന്ന് വേണ്ട, താഴോട്ടാണ്, ബാംഗ്ലൂർ റൂട്ടാണല്ലേ? താഴെ പോണ ഏതറിയാം നമ്മളെ കയറി അവിടെ അന്ന് പോയില്ലേ പോണ്ടിച്ചേരി, അവിടെ അങ്ങ് പോണത്. അപ്പഴേ അടി കൂടെ പുതിയ റോഡുണ്ടല്ലോ, അപ്പുറത്ത് കയറും. ഓ, തമിഴം പറഞ്ഞത് അല്ലേ? ഈ പാലത്തിലാണോ അവൻ പറഞ്ഞത്? നമ്മള് ഈ പാലത്തെ കയറി കട്ട് ചെയ്ത് അതിന്റെ അടി കൂടെ കയറി മറ്റേ റോട്ടിൽ പോണം, മനസ്സിലായി? പോണ്ടിച്ചേരി പോയത്. നമ്മൾ തിരിച്ചു വന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇറങ്ങി കറങ്ങി ഇതിലെ വന്ന് വീണ്ടും ഒന്ന് കറങ്ങി. ഓ, നിങ്ങൾ അന്ന് വന്ന പോണ്ടിച്ചേരിയാണ് അല്ലേ? കേന്ദ്രഭരണ പ്രദേശമല്ലേ അത്? പോണ്ടിച്ചേരി, കൊടൈക്കനാല്. എൻജോയ് ചെയ്തൊരു യാത്ര. നമ്മളെ പോയില്ല എന്ന് പറയില്ലല്ലോ. കൊറേ കാലത്തൊരു മോഹമായിരുന്നു പാണ്ടിച്ചേരി. എന്നാ പിടിച്ച പാണ്ടിച്ചേരി അത് കഴിഞ്ഞല്ലേ? അങ്ങനെ ആഹാരം കഴിക്കാം. നമ്മളിപ്പോ വന്ന അങ്ങനെ ഫുഡ് കഴിക്കാനാണ് കൊണ്ട് നിർത്തിയത്. അവിടെ ഒരു 70 കിലോമീറ്റർ കയറിയ പോണ്ടിച്ചേരിയായി. എവിടെ? ആ പാലത്തിൽ. പാലത്തിൽ പോകാം. അപ്പോൾ ഫുഡ് അടി തുടങ്ങാം. അങ്ങനെ വിജനമായ ഒരു ഏരിയയിൽ വന്ന് നിന്നുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി ഞങ്ങൾ ആഹാരം തുടങ്ങി. സൂപ്പർ, വല്ലാത്തൊരനുഭവം. തീക്കണമെന്ന് പറഞ്ഞ് ഉപ്പെന്ന് പറയണം. പറയും അങ്ങനെ ഞങ്ങൾ കഴിച്ചതിൻ്റെ കൂട്ടത്തിൽ ബായിക്ക് കൊടുത്ത്. ബായ് കഴിച്ചേ? ഓക്കെ, എങ്ങനെ നാടെവിടെ ചോദിക്കാനോ? किधर का नहीं मुलुक किधर? मुलुक गाँव किधर है? आसाम आसामी? ओके, कैसे है? अच्छा, पानी चाहिए और क्या काम करते हैं इधर? बिल्डिंग ही काम है. എന്തെന്ന്? ഓ, മേസം പണി കേട്ടാ. ഐഡിയപരമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നടക്കില്ല. ഭക്ഷണം കഴിച്ചു നല്ലൊരു ചായ. ഓക്കേടാ, നമ്മളെ ആഹാരം കഴിപ്പൊക്കെ കഴിച്ചു. ഞാൻ ഫ്രണ്ടി കയറിക്കോ. ശരി, കയറിമോ? പോയി കയറി. വിഹാദൊക്കെ ഫുഡ് കൊണ്ടുവന്ന് ഞങ്ങൾ വിശാലമായിട്ട് കഴിച്ചു. അടിപൊളി ഫുഡ്. ഇനി ഞങ്ങള് നേരെ സേലം ലക്ഷ്യമാക്കി പോവുകയാണ്. റെഡി, പോവാം. വണ്ടി വിടി. റെഡി, ഗിയർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഓട്ടോമാറ്റിക് ഇടുന്നുണ്ട് ഗിയറില്ലേ?
ഇത് ബെൽറ്റ് അരീക്കരേ ഇവിടെ നീ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാ? 3ാം ക്ലാസ് കണ്ടാ. ഇവൻ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മോൻ സയന്റിസ്റ്റ് ആണ്, M.Tech ആണ്, എഞ്ചിനീയർ ആണ്. ഞാൻ 4ാം ക്ലാസ്സിൽ സ്കൂളിൽ പോണ സമയത്ത് ഇവൻ വിറവ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലടാ, ഓർമ്മ ഉണ്ടാ? ഞാൻ 4 സ്കൂളിൽ പോകുമ്പോ നീ കോടാലിയും കൊണ്ട് വിറവ് വെട്ടി കീറിക്കൊണ്ടിരിക്കുകയാണ്. നീയാണ് നിന്റെ മക്കളെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്. സൂപ്പറാടാ. ഇത് നമ്മൾ തമിഴ്നാട് ഭാഗത്ത് കാണപ്പെടുന്ന മറ്റേ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി, അതിൻ്റെ ലീഫുകളാണ്. കണ്ട എത്ര വലിപ്പം നോക്കിയാണ്. കണ്ടാ വിൻഡ് മില്ലിൻ്റെ ലീഫ്. വിൻഡ് മില്ല് നമ്മൾ തമിഴ്നാടൊക്കെ കാണില്ലേ, ഒരു ലീഫാണ് ഈ കാണുന്നത്. അടുത്ത ലീഫ് അങ്ങനെ 3 ലീഫ്. ഓരോന്നിൻ്റെ വലിപ്പവും അത് കൊണ്ടുപോണ പ്രത്യേകതരം ട്രെയിലറും. കുറച്ചുകൂടെ അടുത്തോട്ട് പോവാം. വലിപ്പം കണ്ട, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് നോക്കിയാൽ തീരില്ല, അത്ര വലിപ്പം. എന്താ വലിപ്പം അല്ലേ, സൂപ്പർ. ഇനി ഇതിനെയൊക്കെ ജോയിന്റ് ചെയ്യുന്ന ഹെഡുണ്ട്, അതിവിടെ കണ്ടില്ല. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടെത്തി. കുഴപ്പമൊന്നുമില്ല. ഒരു കോഫി കുടിക്കാൻ വേണ്ടി കയറി. നിങ്ങൾക്ക് കോഫി തന്നെ കോഫി തന്നെ. 4 കോഫി. കോഫി അപ്പുറത്താണ്. ഇവിടെ ഇഡലി സാധനങ്ങളുണ്ട്. കോഫി ഉണ്ടല്ലോ അല്ലേ? കാഫിയാ? ഓ ഉണ്ടോ? 4 കോഫി. 4 കോഫി എടുക്കും. അങ്ങനെ വരൂ. കോഫി കുടിച്ചു യാത്ര ചെയ്താൽ ഇവിടെ നിന്ന്. ഓക്കെ, ലോക്കടിക്കും മനുഷ്യ. ഇത്ര നേരം ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. അത് മാത്രമല്ല ക്യാമറ ചെയ്യാനും പാടാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ വീണ്ടും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ബാക്കിലോട്ടായിരിക്കും അല്ലേ? നിങ്ങൾ എൻ്റെ അത്ര കാൽ നീളം ഇല്ലെങ്കിലും ഒരാൾ വെളിയിലുണ്ട്. അങ്ങനെ പറയത്തക്ക സുഖമൊന്നുമില്ലാത്ത ഒരു കോഫിയും കുടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. റോഡ് കൊള്ളാമെന്നുള്ളത് കൊണ്ട് യാത്ര അതീവ സുഖകരം. ഗൾഫിലൊക്കെ നമ്മൾ ഓടിച്ചതുപോലത്തെ റോഡുകൾ, സുഖം, നല്ല യാത്ര. അതുമാത്രമല്ല ഈ റൂട്ട് ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്കൊരു നല്ല ഫീലായിരുന്നു. അങ്ങനെ സേലത്ത് നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു. എല്ലാം ഉണങ്ങി ചുക്കടിച്ചിരിക്കുന്നു. മരങ്ങൾ നോക്കിയാണ്. എന്റെ പൊന്നെ ഇത്തോളത്തെ ചൂടാവാറെന്നല്ല. ഏർക്കാട് കാണാന്ന് പറഞ്ഞ് വന്ന് തമ്പുരാനറിയാം അവിടെ വല്ലതും ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഇത് കഴിച്ചില്ലെങ്കിൽ ഇതുള്ളൂ. കണ്ടാ, പിന്നെ മുകളിൽ ഏറ്റവും മുകളിൽ പോകുമ്പോഴേ എന്തായാലും നടപ്പാണ്. ഈ ഏർക്കാട് നിങ്ങളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആരെങ്കിലും വന്നിട്ടുണ്ടോ? കേട്ടോ, വന്നിട്ടുണ്ടോ? ഞങ്ങളെ പ്രായത്തിനനുസരിച്ചുള്ള പാട്ടും കേട്ട് ഞങ്ങൾ എൻജോയ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ അല്ലേ? ആ ചൂട് നിങ്ങൾക്ക് അറിയാം.
മുകളിലോട്ട് പോണതനുസരിച്ച് വ്യത്യാസമുണ്ട്. കാറ്റിന് നല്ല തണുപ്പുണ്ട്. അപ്പം മുകളിൽ മിക്കവാറും തണുപ്പ് കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ യാത്ര തുടരുകയാണ്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ കൊടൈക്കനാലിലും ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഉള്ളതുപോലെ താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ. കൊടൈക്കനാലിനെക്കാട്ടി എന്തുണ്ടെന്ന് ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് പച്ചപ്പൊക്കെ വളരെ കുറവാണ്. എങ്കിലും പൂക്കളൊക്കെ അവിടെ ആയിട്ട് നിപ്പുണ്ട്. നല്ല തണുത്ത കാറ്റല്ലേ? നല്ല ചൂട് സമയത്തല്ലേ ഞങ്ങൾ വന്നത്. പക്ഷെ ഇങ്ങ് മോളിൽ കയറിയപ്പോൾ നല്ല തണുപ്പായി. അങ്ങനെ ഞങ്ങൾ ഏകദേശം മുകളിലായി എന്നാണ് തോന്നുന്നത്. നല്ല തണുപ്പുണ്ട് കാറ്റിന്. അങ്ങനെ എത്താറായി. ഇനിയിപ്പം വളരെ അടുത്താണെന്ന് തോന്നുന്നു. പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഇവിടെ? ഈ പൂക്കളാണ് ടോപ്പ് എത്തി തോന്നുന്നല്ലേ? ഇന്നത്തെ തലമുറകൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പാട്ടുകളല്ലേ ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങളുടെ പ്രായത്തിന് അനുസരിച്ച പാട്ട്, ഞങ്ങൾ കേട്ട് വളർന്ന പാട്ട്. കാറ്റുണ്ട്, പക്ഷെ വെയിലുണ്ട്. ഇറങ്ങി വാ. പിന്നെ റൂമുണ്ടെന്ന് പറയണ അവൻ. അപ്പോൾ ആദ്യം അവൻ്റെ കയ്യിൽ ചോദിക്കാം എത്ര രൂപ എന്ന് ചോദിക്കാം. ഏർക്കാട് ഇത് തന്നെ, ഏർക്കാട് സെൻറ്റർ ഇത് തന്നെ. അങ്ങനെ ഏർക്കാട് എത്തി. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ റൂമെല്ലാം നോക്കിയിട്ട് പ്രതീക്ഷയോടെ ഇരിക്കണേ, കാണണേ. ഞങ്ങളെ പുച്ഛിക്കല്ലേ, ഞങ്ങൾ വയസ്സന്മാരാണ്, പാവമാണ്. ഓക്കെ, അടുത്ത എപ്പിസോഡ്.